കുറച്ചു നാളൊന്ന് പുറകിലേക്ക് പോയാലോ? കൊല്ലങ്ങൾക്ക് മുമ്പ്, അതായത് വർഷം 1995, പാലത്തുനിൽക്കൽ കുടുംബത്തിലെ ഷാജു എന്ന എൻ്റെ ഡാഡി എളപ്പുവാറ കുടുംബത്തിലെ ഷൈല എന്ന എൻ്റെ മമ്മിയെ കല്യാണം കഴിച്ചു. ഫാർമസിസ്റ്റായ ഡാഡിക്ക് ജോലി ഒന്നുമില്ലാത്ത ഹൗസ് വൈഫായ വൈഫിനെ തന്നെ വേണമെന്ന പഴഞ്ചൻ ചിന്താഗതിയായിരുന്നു 30 കൊല്ലം മുൻപ് ഉണ്ടായിരുന്നതെങ്കിലും പൊഞ്ചി ഇപ്പോൾ PhD ചെയ്യുന്നതും ഞാനിപ്പോൾ സൈക്കോളജിസ്റ്റ് ആയതും പെൺകുട്ടികൾക്ക് അല്ല കുട്ടികൾക്ക് ആദ്യം ജോലി, പിന്നെ അവർ പറയുമ്പോൾ കല്യാണം എന്ന ചിന്താഗതിയിലേക്കും മമ്മീൻ്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിൻ്റെ മാസ്റ്റർ ബ്രെയിനും ഡാഡി തന്നെയാണ് കേട്ടോ. നല്ല വ്യക്തമായ ഫാമിലി പ്ലാനിങ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഒരു കൊല്ലം അവർ അവരുടെ മാത്രം ലോകത്ത് ജീവിച്ചു. 1996 ഡിസംബർ 3 അവർക്ക് അവരുടെ ആദ്യത്തെ കൺമണി തുറന്നു. പൊന്നോമന ആയതുകൊണ്ട് തന്നെ പൊന്നു എന്ന് പേരിട്ടു. അങ്ങനെ ഞങ്ങളുടെ പൊഞ്ചിയായി. അന്നേ ഡാഡി ഫാഷൻ സെൻസിൽ കുറച്ച് അപ്ഡേറ്റഡ് ആയതുകൊണ്ട് അവരുടെ ഫാഷൻ എല്ലാം പരീക്ഷിച്ചത് പൊഞ്ചിയിലായിരുന്നു. സർവകലാ വല്ലഭ പാത്തുമ്മയായും ലക്ഷ്മിക്കുട്ടിയായും എന്തിന് ആ നിൽക്കുന്ന മാതാവ് വരെ പൊഞ്ചിയായിരുന്നു. പങ്കെടുക്കുന്ന എല്ലാ മത്സരങ്ങൾക്ക് സമ്മാനം, പഠിച്ച സ്കൂളിലൊക്കെ നമ്പർ 1 സ്റ്റുഡൻറ്റ്, എല്ലാവരുടെയും പൊന്നോമന. അങ്ങനെ വിലസി നടന്ന കാലത്താണ് 5 വർഷത്തിന് ശേഷം എൻ്റെ എൻട്രി. കൂടപ്പറപ്പാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാമ്യം സ്വഭാവത്തിലുണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. എന്നാൽ സംഭവിച്ചതോ, ഞാനും പൊഞ്ചിയും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എല്ലാത്തിലും നോർത്ത് പോളും സൗത്ത് പോളും പോലെയായി. പറയത്തക്ക വഴക്ക് ഞാനും പൊഞ്ചിയും തീരെ കുഞ്ഞിൽ ഉണ്ടാക്കില്ലായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. UKG പഠിക്കുമ്പോൾ കിട്ടുന്ന മിഠായിയൊക്കെ ക്ലാസ്സിൽ നിന്ന് കഴിക്കാണ്ട് എടുത്തു വെച്ച് പൊടിക്കുഞ്ഞായി എനിക്ക് വേണ്ടി കൊണ്ടുവരുമായിരുന്നത്രേ. സ്കൂളിൽ പഠിച്ച റൈംസ് എല്ലാം താരാട്ട് പാട്ടായി പാടി എന്നെ ഉറക്കുന്നതായിരുന്നു ആളുടെ ഇഷ്ടപ്പെട്ട ഹോബി. പ്രായത്തിന് മൂപ്പുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാം ചേച്ചിയമ്മയായി. പിന്നീട് ചരിത്രം ഞങ്ങൾ തിരുത്തി എഴുതി. പ്രായം കൂടിയപ്പോഴാണെന്ന് തോന്നുന്നു ഇന്ത്യയും പാകിസ്ഥാനുമായി ഞാനും പൊഞ്ചിയും മാറി. തമ്മിൽ കണ്ടാൽ ഏതു നിമിഷവും യുദ്ധമുണ്ടാകുമെന്ന അടിയന്തരാവസ്ഥ കാലമായിരുന്നു അന്ന് വീട്ടിലെ അന്തരീക്ഷം. +2 കഴിഞ്ഞ് പൊഞ്ചി ഹോസ്റ്റലിലേക്ക് മാറിയത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നെങ്കിലും വീട്ടിൽ മമ്മി തരുന്ന തേങ്ങാവെള്ളം ഷെയർ ചെയ്യാൻ ഒറ്റയ്ക്ക് കുടിക്കാമല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ ഏക ആശ്വാസം. പൊഞ്ചി ലീവിന് വരുമ്പോൾ ആദ്യ ദിവസം ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണെങ്കിലും സെക്കൻഡ് ഡേ ആകുമ്പോഴേക്കും ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കും. ഇതുപോലെ തമ്മിത്തല്ലുന്ന 2 എണ്ണങ്ങൾ വേറെ ഒരു വീട്ടിലും കാണില്ല എന്ന മമ്മിയുടെ ഡയലോഗ് ഞങ്ങൾക്ക് ശീലമായിരുന്നു. ആ ഒരു കാലത്ത് നിന്ന് ഈ ഒരു ലുക്കിലേക്കുള്ള ചേഞ്ച് ഇറ്റ് വാസ് ഹ്യൂജ്. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്ത അതിഥി കൂടെ കടന്നു വന്നു, എൻ്റെ ഒരേ ഒരു അളിയൻ. ആൾ ഡോക്ടറാണ് കേട്ടോ, PhD. ഈ ഡോക്ടറല്ല, ഇതെല്ലാം ഇടവേളകൾ ആനന്ദകരമാക്കുന്നതാണ്. പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ ആകാശത്ത് കൂടെ തേരോടുന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആകാശത്തേക്ക് നോക്കിയിരുന്നോ, സാന്താക്ലോസ് വരുന്ന പോലെ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് പാമ്പുറുമിനെ കൊണ്ട് കടുപ്പിച്ച മുതലാണിത്. എന്തൊക്കെയാണെങ്കിലും പൊഞ്ചി പറയുന്നതൊക്കെ സത്യമാണെന്നും പൊഞ്ചിക്ക് എല്ലാം അറിയാമെന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. ഈ വീഡിയോ കാണുമ്പോൾ പൊഞ്ചി ആദ്യം പോയിട്ട് ഗൂഗിൾ പേയിൽ വല്ല റിക്വസ്റ്റും വന്നിട്ടുണ്ടോ എന്നാവും ആദ്യം നോക്കുക. പേടിക്കണ്ട, തൽക്കാലം ഇട്ടിട്ടില്ല. This is just because I love you and miss you.